യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നറിയാൻ ആവശ്യമായ 5 സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ 5 സയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളൊരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗോ ത്രൂ ഹാർഡ് ടൈംസ് എന്നുള്ളതാണ്. ഇനീഷ്യലി അതായത് നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ ജീവിതം അല്ലെങ്കിൽ കുട്ടിക്കാലം അങ്ങനത്തെ സമയങ്ങളിലും തന്നെ ഭയങ്കര ഹാർഡായിരിക്കും. അതിലൂടെ മാത്രമേ നിങ്ങൾ ഒരു ഹയർ സെൽഫിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ കൃഷ്ണൻ്റെയും ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെ കാര്യങ്ങളിലെടുക്കാം. അവരുടെ കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ സംഘർഷത്തിലൂടെയാണ് അവരെ ആന്തരികമായിട്ടുള്ള ആ ഒരു ഊർജ്ജത്തെ കണ്ടെടുക്കാൻ സാധിക്കുക. ഇപ്പം തന്നെ സ്വാമി വിവേകാനന്ദൻ, അതോടൊപ്പം തന്നെ പല മഹാന്മാരുടെ റൂമി, അതേപോലുള്ള പല മഹാന്മാരുടെ ലൈഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവരുടെ കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈമായിരുന്നു. ചിലപ്പോൾ രക്ഷിതാക്കൾ മരിച്ചിരിക്കാം, ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും പണം ഉണ്ടായി എന്ന് വരില്ല. അന്നേരം ആ ഹാർഡ് ടൈംസാണ് അവരെ ഈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ ചിലപ്പോൾ കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമായിരിക്കും. ഭക്ഷണത്തെ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളില്ലാത്ത അങ്ങനത്തെ കുറേ ഹാർഡ് ടൈംസിലൂടെയാണ് നിങ്ങൾ കുട്ടിക്കാലത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹയർ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഉയർന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. കാരണം യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ അതായത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കും. ഉദാഹരണത്തിന് വളരെ ഹാർഡ് ടൈംസിലൂടെ നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് കട്ട് അടിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറ്റായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുന്നതെല്ലാം തന്നെ യൂണിവേഴ്സ് നമ്മളെ പരിശോധിക്കും. അതാണ് പഴയ ലൈഫിലും ഇപ്പോൾ ഇതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അതായത് ഇതേപോലെ ചെകുത്താൻ വന്നിട്ട് കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നത്, അങ്ങനെയുള്ള പല ഇൻസിഡൻസും നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം യു ലവ് ലോൺലെസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏകാന്തതയെ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അടുത്ത സൈൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ സമൂഹമായാലും ചുറ്റുപാടുകളായാലും സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഫേക്കായിട്ടുള്ള മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെന്ന്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഏകാന്തതയിലേക്ക് ഒന്നെങ്കിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതോടൊപ്പം തന്നെ സത്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന രീതിയിലെല്ലാം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഈ ഭൗതിക സുഖങ്ങളല്ല യഥാർത്ഥ സുഖം, അല്ലെങ്കിൽ ഇതിനേക്കാട്ട് ഉപരിയായിട്ട് എന്തെങ്കിലും സുഖമുണ്ടോ എന്നുള്ള ഒരു ഇന്നർ സെർച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്വയം തോന്നും. അതൊരു പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു വ്യക്തി പറഞ്ഞിട്ടോ ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം വരും, ഇത്രയും സുഖങ്ങൾ അനുഭവിച്ചു, ഇതാണോ യഥാർത്ഥ സുഖം, അല്ലെങ്കിൽ ഇതിനേക്കാളും ഹയറായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ഒരു ഇന്നർ സെർച്ച് അല്ലെങ്കിൽ ഒരു ഇന്നർ സെർച്ച് നിങ്ങളിലേക്ക് വരും. അത് നിങ്ങളെ ഏകാന്തതയിലേക്ക് നടക്കും. അതായത് നമ്മൾ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അകത്തേക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ യൂണിവേഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സോഷ്യൽ മീഡിയാസിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നെല്ലാം തന്നെ അകന്നിട്ട് നിങ്ങൾ ഏകാന്തതയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് യു ഓൾവേസ് കണക്ട് വിത്ത് നാച്ചർ. എപ്പോഴും നമ്മൾ പ്രകൃതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് ജീവികളോടായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾ മൃഗങ്ങളോട്, പിന്നെ വൃക്ഷങ്ങളോട്, കാര്യങ്ങളോട് എല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം നാച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് തന്നെയാണ് അല്ലേ. അതായത് നമ്മൾ പോലും അറിയാതെ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലെ ജീവജാലങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതിയിലെ മരങ്ങളും ചെടികളും എല്ലാം ആയിരിക്കും. ഇതെല്ലാം തന്നെയാണ് മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെടികളോടാണ് അല്ലെങ്കിൽ മൃഗങ്ങളോടാണെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹയർ സോഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പ്രകൃതി. ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ നാച്ചുറൽ വാക്ക് അല്ലെങ്കിൽ എർത്തിങ് എന്ന് പറയുന്ന കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അന്നേരം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എപ്പോഴും നാച്ചുറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ എർത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇവിടെയുള്ള ഈ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സൈൻ എന്ന് പറയുന്നത്.
നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് യു ഫീൽ എംപതി ടു അതേഴ്സ്. അതായത് നമ്മളെ വേദന മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ളവരുടെ വേദന എല്ലാം തന്നെ നമ്മളെ വേദനയായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഒരു ഹയറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പല സ്പിരിച്വൽ ലീഡേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ദൈവങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാം സഹോദരന്മാരാണ്, അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുക എന്നൊക്കെ ക്രിസ്തുദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമ്പതിയാണ്. അതായത് നമുക്കൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ പറ്റില്ല, മൃഗത്തെ ആയാലും അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള വ്യക്തികളെ ഒന്നും തന്നെ നമുക്ക് വേദനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പലരും സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് അഹിംസ അല്ലെങ്കിൽ ഇങ്ങനെ സസ്യാഹാരത്തിലേക്കെല്ലാം പോകണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ജീവജാലങ്ങളെ വേദനിപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെജിറ്റേറിയനിലേക്ക് പോകുന്നത്. അന്നേരം ഇതിൻ്റെ വേറൊരു തലത്തിൽ ജൈനിസം എന്ന് പറയുന്ന കാര്യത്തിൽ അവർ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസിമാരെല്ലാം തന്നെ കുറച്ച് ഘട്ടം കഴിയുന്ന സമയത്ത് അവർ വെറും വെള്ളം അല്ലെങ്കിൽ വെള്ളം പോലും ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാരണം അഹിംസയെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മതമാണ് ജൈന മതം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ സ്പിരിച്വൽ കണക്ഷനിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിസത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ ഈ 4 പോയിൻറ്റ്സ് നിങ്ങളൊരിക്കലും കോൺഷ്യസ് ആയിട്ട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായിച്ചു എന്ന രീതിയിൽ തോന്നേണ്ട കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓക്കെ ഇതാണ് എനിക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വേദന കാണുന്ന സമയത്ത് അത് എൻ്റെ വേദനയായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സ് സെലക്ട് ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ലോകത്തുള്ള എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സും അല്ലെങ്കിൽ യൂണിവേഴ്സ് സെലക്ട് ചെയ്ത ആൾക്കാരെല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ അവരുടെ കുടുംബത്തിനോ വേണ്ടിയല്ല, മറിച്ച് ഈ സമൂഹത്തിന്, ഈ ഒരു മനുഷ്യരാശിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തത്, അമ്പലങ്ങളും പള്ളികളും നിർമ്മിച്ചത്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നല്ല മതങ്ങളെ സൃഷ്ടിച്ചത് എല്ലാം തന്നെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സെൽഫായുള്ള കാര്യത്തിലും വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിലെല്ലാം തന്നെ നന്മ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവരെല്ലാം തന്നെ ഹയറായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് വന്നത്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എമ്പതി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സഹജീവികളോട് നിങ്ങൾക്ക് സ്നേഹവും കരുണയുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സ് സെലക്ട് ചെയ്ത വ്യക്തിയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ പവർ എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ലോൺലെസ്സിലേക്ക് അല്ലെങ്കിൽ ഏകാന്തതയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും. നമ്മളെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വ്യക്തിയാണോ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് പ്രകൃതി തന്നെ ഓരോ മെസ്സേജസും കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പ്രസൻസിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുഖം തന്നെ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്നെ ചതിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി ക്രൂരനാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നല്ലതാണെന്നുള്ള ഒരു ഇൻഡ്യൂഷൻ പവർ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഇതാണ് നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ ഇൻഡ്യൂഷൻ പവർ ഓരോ ദിവസം കൂടുന്ന സമയത്തും അല്ലെങ്കിൽ കൂടുന്ന ദിനങ്ങളിലെല്ലാം തന്നെ നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങളെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളെ മൈൻഡിനെ ഒരുക്കാനും നിങ്ങളെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കാനും സാധിക്കുന്നതാണ്. ഇതാണ് പുരാണ കഥകളിലെല്ലാം തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ ഇതേപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദിവ്യ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ നമുക്ക് മെസ്സേജസ് പാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഖുറാനിലും അതോടൊപ്പം തന്നെ ബൈബിളിലും തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്രിസ്തുദേവനും മുഹമ്മദ് നബി എല്ലാം തന്നെ പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഡ്യൂഷൻ പവർ അത്രയും കൂടുതലുള്ളത് കൊണ്ടാണ് അവർക്ക് അതെല്ലാം തന്നെ പറയാൻ സാധിച്ചത്. അന്നേരം നിങ്ങളൊരു സ്പിരിച്വലി അല്ലെങ്കിൽ നിങ്ങളൊരു ചൂസൺ ആണെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ കൂടും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചിലപ്പം തോന്നും ഓക്കെ നാളെ ഇത് സംഭവിക്കുന്നില്ല. അന്നേരം നിങ്ങൾക്ക് നാളെ എന്ന് പറയുന്ന ദിവസം എത്തുന്ന സമയത്ത് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ കൂടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ചൂസൺ ആണ്, അഥവാ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും. ഇതേപോലുള്ള ഇൻഡ്യൂഷൻ പവറാണ് നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ, ദൈവപുത്രരെല്ലാം തന്നെ അവരിൽ തന്നെ നല്ലൊരു സമൂഹത്തെ അവർ ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നില്ല. അവരുടെ ഓരോ കർമ്മങ്ങളും അവർ ഭാവിയെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. കാരണം അവർ ഇൻഡ്യൂഷൻ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹയറായിരുന്നു. വരാൻ പോകുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റാൻ വേണ്ടിയിട്ട് അവർ സാഹോദര്യത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്.
അന്നേരം ഈ പറഞ്ഞ 5 പോയിൻറ്റ്സും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നുള്ളത്. ഈ 5 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാളും ഉപരിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പോയിൻറ്റ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.